ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്ലാസിക് ഫുഡ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ പൊറോട്ടയാണ്. കേൾക്കുമ്പോൾ അത് എന്താണെന്നൊക്കെ തോന്നും, പക്ഷെ അത് ഈസിയാണ്. ഒരു ആലു പൊറോട്ടയുടെയൊക്കെ ഒരു വകഭേദമായിട്ട് വരും. അതിന് ആദ്യം വേവിച്ച ഉരുളക്കിഴങ്ങിനെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അത് കുഴയ്ക്കാൻ എളുപ്പത്തിനാട്ടോ ഗ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നന്നായി ഉടച്ചാലും മതി. അതിൽ കുറച്ച് കസൂരി മേത്തി, നന്നായി ചോപ്പ് ചെയ്ത സബോള, പച്ചമുളക്, ഇഞ്ചി എല്ലാം നല്ല നൈസായിട്ട് അരിയണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലും കൂടിയും ചേർക്കുക. പിന്നെ അതിൽ നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചാൽ സാധാ മുളക് പൊടി എടുക്കുക കേട്ടോ. എൻ്റെ പച്ചമുളകിന് എരിവുള്ള കാരണമാണ് ഞാൻ അതെടുത്തത്. കുറച്ച് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ചാറ്റ് മസാല എടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് മസാല കിട്ടിയില്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല, പക്ഷേ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തരും, അതുകൊണ്ടാണ് അത് ഇട്ടത്. അത് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴക്കണം. ചപ്പാത്തി മാവിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് അയമോദകം ഇട്ടിട്ടുണ്ട്. ഈ അയമോദകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിൽ ഇടാം കേട്ടോ, അല്ലെങ്കിൽ ചപ്പാത്തി മാവിൽ ഏതിലെങ്കിലും ഒന്നിലിട്ടാൽ മതി. ഇനി ഇല്ലയെന്ന് വെച്ചിട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് ഒരേപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കുക, അധികം വലിപ്പമില്ലാത്തത്. കുറച്ച് ഒരു പൂരിയെക്കാട്ടും കുറച്ച് വലിപ്പമുള്ളതായിട്ട് ഉണ്ടാക്കിയാൽ മതി. അങ്ങനത്തെ രണ്ട് ചപ്പാത്തി വേണം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് രണ്ടെണ്ണം നന്നായിട്ട് പരത്തിയെടുക്കുക. റൗണ്ടൊക്കെ ഒരുവിധം ഷേപ്പാവാൻ ശ്രമിക്കുക. ഇനി ആയില്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊക്കെ മുറിച്ച് റൗണ്ടാക്കിയാലും മതി. നമുക്ക് രണ്ടും ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് നമുക്ക് രണ്ടും കൂടി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഒരേ വലിപ്പമാകുമ്പോഴാണല്ലോ ഒട്ടിക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ചപ്പാത്തിയുടെ മുകളിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഉടച്ച് വെച്ചിരിക്കണേ. നല്ല പോലെ ഉടച്ചാലാണ് ശരിയാവുക. അങ്ങനെ ഉടച്ച നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങിന് ഇതിൻ്റെ ഒരു ചപ്പാത്തിയുടെ മുകളിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. എല്ലാ വശത്തേക്കും ആവണം, വല്ലാണ്ട് തെറ്റത്തേക്ക് ആക്കണ്ട, കാരണം നമ്മൾ മറ്റേത് ചപ്പാത്തി വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് നോക്കിയാൽ മതി ഒരുവിധം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ചപ്പാത്തി വെച്ചിട്ട് അതിനെ ഒട്ടിക്കുക എല്ലാ സൈഡും. പണ്ട് ഞങ്ങളൊക്കെ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് വേർതിരിച്ചെടുത്ത പേപ്പർ പൊറോട്ട എന്നാണെന്ന്. പക്ഷേ ഇനി ഇതിനെ ഒന്നും കൂടി ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് പരത്തണം. രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് പരത്തിയെടുക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ കനം കുറഞ്ഞ് കിട്ടുള്ളൂ. നന്നായി കനം കുറച്ച് കിട്ടണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ വലിപ്പം കുറയ്ക്കാം കേട്ടോ, നിങ്ങളുടെ തവയ്ക്കനുസരിച്ചിട്ട്. പക്ഷേ രണ്ട് ചപ്പാത്തി നന്നായി കനം കുറഞ്ഞ് കിട്ടണം പരത്തി കഴിയുമ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഇതിനെ സാധാരണ ചുടുന്ന പോലെ ചുട്ടെടുക്കുക. നമ്മൾ നെയ്യാ അല്ലെങ്കിൽ ഓയിലാ വെണ്ണയാ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഇടാം. എന്തെങ്കിലും ചേർത്താലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല, നെയ്യൊന്നും വേണ്ടെന്ന് വെച്ചാൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം. ഞാൻ നെയ്യാണ് എടുത്തിരിക്കണത്. രണ്ട് സൈഡും നന്നായിട്ട് വേവിക്കാൻ നോക്കണം. കാരണം ഇത് ഇത്തിരി വലിപ്പമുള്ള കാരണം സൈഡ് നടുക്കിൽ വെന്ത് കിട്ടും, പിന്നെ സൈഡ് വേവാണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നന്നായിട്ട് വേവിക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് വരുള്ളൂ. കാരണം നമ്മൾ മറച്ചിട്ടിട്ടൊന്നും വേവിക്കണില്ല ഉള്ളിലെ ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരുവിധം എല്ലാ ഭാഗവും നമ്മുടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരണ പോലെ വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്നിട്ട് വേർതിരിച്ചെടുക്കുക, രണ്ടെണ്ണാക്കിയിട്ട് എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചോളൂ, നല്ല ചൂടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഇത് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ വേർതിരിച്ചാലും മതി. പക്ഷേ ചൂടോടക്കനെ തന്നെ വേർതിരിക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഓരോന്നിനെയും റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നല്ല കനം കുറഞ്ഞിട്ടാണ് വന്നിരിക്കണേ, കണ്ടാൽ തന്നെ അറിയാം. ഇനി നമ്മളിതിനെ റോൾ ചെയ്യുക നല്ലപോലെ. ഇതാണ് നമ്മുടെ പേപ്പർ പൊറാത്ത. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ ഒന്ന് അമർത്തണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.